രണ്ടാം ശനിയാഴ്ച തകർന്നടിഞ്ഞ് തെലുങ്കിലെ വമ്പൻ താരങ്ങൾ അണിയിരുന്ന കണ്ണപ്പ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിട്ടുള്ള കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തെലുങ്കിലെ യുവതാരം വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രമാണ് കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ. വിഷ്ണു മഞ്ജുവിനോടൊപ്പം തന്നെ പ്രഭാസും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എടുത്തിയപ്പോൾ ബോളിവുഡിൽ നിന്നും അക്ഷയ് കുമാറും മലയാളത്തിൽ നിന്ന് ലാലേട്ടനും തമിഴിൽ നിന്ന് ശരത് കുമാറൊക്കെ എത്തിയ ചിത്രമായിരുന്നു കണ്ണപ്പ. ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് മുകേഷ് കുമാർ സിംഗാനു. ഇതൊക്കെയാണ് ചിത്രം വൻ പരാജയമായിട്ട് മാറുന്നതെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന് 9 ദിവസവും തെലുങ്ക് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 1 കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. വമ്പൻ താരങ്ങൾ ഉണ്ടായിട്ട് പോലും ചിത്രത്തിനെ പിടിച്ചു നിർത്താൻ ഒരു താരത്തിനും സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണ് ചിത്രം വൻ പരാജയമായിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രത്തിന് 40 കോടി 50 ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ ഈ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ കണ്ണപ്പ എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.